പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഉം. നമ്മളത് അതുകൊണ്ട് അത് അഭിനയിച്ച് ഒന്നും ചെയ്യണ്ട. അത് കറക്റ്റായിട്ട് നമുക്ക് ഉം. അത് മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും നമുക്ക് അറിയാം കുറച്ചെങ്കിലും അതിനെക്കുറിച്ച്, ആ സിറ്റുവേഷനെ ഉം. കുറിച്ചിട്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചെയ്യുക? ഉം. ഇപ്പോൾ ബില്ലെടുക്കാൻ പോയി, അവർ നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഉള്ളൂ, അവരതിനേക്കാളും കൂടുതൽ പൈസ തരണം. അപ്പോൾ അടുത്ത് വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഉം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെയും കിട്ടുന്നുള്ള പ്രതീക്ഷയിലല്ല, പക്ഷെ എന്നാലും അവിടെ ഒരു എക്സ്ക്യൂസ് പറയണമല്ലോ. ഉം. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കണം, ഈ 10 മിനിറ്റിൽ എവിടെ നിന്ന് കൊണ്ടുവരും കാശ്. ഉം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല, എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. ഉം. ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെടുത്ത് കടം മേടിച്ച്, അയാളത് തിരിച്ചു വയ്ക്കുന്നത് അടുത്ത തിങ്കളാഴ്ച എന്തായാലും തരുമെന്ന് പറയും. പക്ഷെ അത് എങ്ങനെ തരുമെന്ന് ആ പറയണ സമയത്ത് ആലോചിച്ചിട്ടില്ല. തിങ്കളാഴ്ച ആവാറാകുമ്പോഴേക്കും അതിൻ്റെ ടെൻഷനിങ് കൂടി കൂടി വരും. ഇപ്പോൾ ഞായറാഴ്ച രാത്രിയൊക്കെയാണ് പറയുകയും ചെയ്തത്. പക്ഷേ എവിടെന്നെങ്കിലായിട്ട് നിങ്ങളെ ഒപ്പിച്ചിട്ട് ആ വാക്ക് പാലിക്കാനുള്ള ശ്രമം നടത്തും. ഉം. അപ്പോൾ ഇതൊക്കെയാണല്ലോ സിറ്റുവേഷൻ. ഉം. അത്തരത്തിലുള്ള ദാരിദ്ര്യം ഒരുപാട് ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഉം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യം ബാക്ക് ഡ്രോപ്പിലുണ്ട്, ഇല്ലാത്ത സാധനമല്ല. ഉം. അതുകൊണ്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടില്ല.